Hi everyone, my name is Harsha and welcome back. ഇന്ന് തുടങ്ങി നമ്മൾ വിഷു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. വിഷു സീരീസിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന്. ഇന്നത്തെ വീഡിയോ ഒരു ജ്വല്ലറി സജഷൻസ് വീഡിയോ ആണ്. ജ്വല്ലറി സജഷൻസ് എന്ന് പറയുമ്പോൾ ഗോൾഡൻ ജ്വല്ലറി സജഷൻസ് ആണ്. നമുക്ക് കസവിന്റെ കൂടെ സെറ്റ് സാരിയുടെ കൂടെ ബേസിക്കലി ഗോൾഡൻ കളറുള്ള എന്ത് ഒരു ഡ്രസ്സിന്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല പീസ് ഓഫ് ജ്വല്ലറി ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ട്രഡീഷണൽ ഉണ്ട്, ഫുൾ സെറ്റ് പോലെ ഉണ്ട്. അതായത് ഇതുപോലത്തെ ചോക്കർ ഉണ്ട്, ദെൻ ഇയറിങ്സ്, ദെൻ മാങ്ടിക്ക, ഒരു റിംഗ്, ഒരു ബ്രേസ്ലെറ്റ് ആൻഡ് അതുപോലെ തന്നെ സിംഗിൾ പീസ് ജ്വല്ലറിയും ഞാൻ കാണിക്കുന്നുണ്ട്. ട്രഡീഷണൽ ആൻഡ് കുറച്ചും കൂടി ഒരു മോഡേൺ ജ്വല്ലറിയും ഞാൻ കാണിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു സാരി അല്ല ചുരിദാറാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിന് പെയർ ചെയ്യാനായിട്ടുള്ള കുറച്ച് ജ്വല്ലറീസും ഞാൻ കാണിക്കുന്നുണ്ട്. വിഷു അല്ല, എന്തെങ്കിലും വേറെ ഒക്കേഷൻ ആണ് നമുക്ക് വരുന്നതെന്നുണ്ട്, നമ്മൾ ഗോൾഡൻ കളറുള്ള എന്തെങ്കിലും ഒരു ഡ്രസ്സാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി ഈ ഒരു ജ്വല്ലറീസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഐ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു സീരീസ് ഇഷ്ടമാവുമെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോ. നമ്മുടെ ഫസ്റ്റ് പീസ് ഓഫ് ജ്വല്ലറി എന്ന് പറയുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇയറിങ്സ് ആണ്. ഇത് സ്റ്റഡ് ആൻഡ് ഇതിൻ്റെ മറ്റേ ഹാങ്കിങ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. റോസിൻ്റെ ഷേപ്പുള്ള സ്റ്റഡും ആൻഡ് താഴെ നമുക്കൊരു സ്റ്റോണിൻ്റെ ഒരു ഹാങ്കിങ്ങും ആണ് വരുന്നത്. നമുക്ക് മോഡേൺ അതുപോലെ തന്നെ ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റും. ഈവൻ നമുക്ക് നോർമൽ കുർത്തീസിൻ്റെ കൂടെയും ഈ ഒരു ഇയറിങ് പെയർ ചെയ്യാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഇയറിങ്ങിൻ്റെ പീസാണ് ഇപ്പൊ കാണിക്കുന്നത്. നെക്സ്റ്റ് ഒരു ഹൂപ്പാണ്, ഡബിൾ ഹൂപ്പാണ് ഇത് വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീഡ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതും നമുക്ക് സെറ്റ് സാരിയുടെ കൂടെയും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഗോൾഡൻ ജ്വല്ലറി ഒക്കെ ഗോൾഡൻ ഡ്രസ്സൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ നമുക്കിത് നന്നായിട്ട് പെയർ ചെയ്യാൻ പറ്റും. സിമ്പിൾ യെറ്റ് എലിഗൻ്റ് ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി ഒരു ജ്വല്ലറിയുടെ പീസാണിത്. അതായത് ഇയറിങ്ങിൻ്റെ പീസാണ് നമ്മളിപ്പോൾ കാണുന്നത്. നെക്സ്റ്റ് എനിക്ക് ഇതാ ഈ ഒരു നെക്ക് പീസാണ് കാണിക്കാനുള്ളത്. അടിപൊളി ഒരു നെക്ക് പീസാണ് കേട്ടോ ഇത് നമുക്ക് ശരിക്കും സാരിയുടെ കൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. ഗോൾഡൻ ആൻഡ് വൈറ്റ് പേൾസിൻ്റെ ഒരു കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ചെയിൻ ആണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ചെയിനാണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചെയിനൊന്നുമല്ല, നല്ല സൂപ്പർബായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നെക്ക് പീസാണിത്. അടുത്തത് ഒരു അടിപൊളി സ്റ്റേറ്റ്മെൻറ്റ് പീസ് തന്നെയാണ്. ഇത് ഒരു ജുംക ഇയറിങ്സ് ആണ്. ഇങ്ങനെ കണ്ടില്ലേ, മൂന്ന് ലെയറായിട്ടാണ് നമുക്ക് ഈ ഒരു ഇയറിങ് വരുന്നത്. സ്കിൻ കളർ ബേജ് കളറാണ് ഇതിൻ്റെ ഇനാമൽ കൊടുത്തേക്കുന്നത്. ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ ആയിരിക്കും ഇത് കുറച്ചും കൂടി ഭംഗി കാണാനായിട്ട്. കണ്ടില്ലേ, ക്ലോസപ്പിൽ നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ജ്വല്ലറിയുടെ ഒരു ഇയറിംഗ് ആണ് ഇപ്പോൾ കാണുന്നത്. നല്ല അടിപൊളി ഒരു ഇയറിംഗ് ആണ് കേട്ടോ ഇത്. നെക്സ്റ്റ് ഇതാ ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇയറിങ്ങിൻ്റെ പീസാണ്. വലിയ മുഖമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ഇയറിങ് നല്ല രസമായിരിക്കും കേട്ടോ. ഇതും ട്രഡീഷണലിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗി കാണാനായിട്ട്. ഗോൾഡൻ കളർ ആൻഡ് താഴെ നമുക്ക് വൈറ്റ് ബീഡ്സിൻ്റെ ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ സെറ്റ് സാരിയുടെ കൂടെയൊക്കെ ഇത് ഈ ഒരു ഫുൾ ലുക്കിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഇയറിങ് നല്ല മാച്ചായി പോകുന്നുണ്ട്. സെറ്റ് സാരിയുടെ കൂടെയൊക്കെ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഇയറിങ് ഇട്ട് പെയർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഒരു ഫുൾ സെറ്റാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇതാ മാല വരുന്നുണ്ട് ആൻഡ് ഒരു ഇയറിങ്ങിൻ്റെ പീസും നമുക്ക് വരുന്നുണ്ട്. ട്രഡീഷണൽ നമ്മുടെ ലക്ഷ്മിയുടെ പടമൊക്കെ ഉള്ളൊരു മാലയില്ലേ, അതുപോലത്തെ മാലയാണ് കേട്ടോ. റെഡ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനാണ് വരുന്നത്. നമുക്ക് ഇതാ കണ്ടില്ലേ, ക്ലോസപ്പ് ചെയ്ത് നോക്കുമ്പോൾ നല്ല കുറച്ചൊരു ആൻറ്റീക്ക് പീസാണ് വരുന്നത്. ഒരുപാട് ഗോൾഡൻ കളറിൽ ആൻറ്റീക്ക് ഷെയ്ഡാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പീസാണ് കേട്ടോ. ഇതിൻ്റെ ഇയറിംഗ് ആണെങ്കിലും ശരി, നല്ല ക്വാളിറ്റി ഉള്ള ഇയറിംഗ് ആണ്. നമ്മുടെ കാശുമാലയുടെയൊക്കെ ഒരു
പോലെയാണ് ശരിക്കും തോന്നുന്നത് കാണാനായിട്ട്. നല്ല ഭംഗിയാണ് നമുക്ക് സെറ്റ് സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാനായിട്ട്. നെക്സ്റ്റും ഒരു ഫുൾ സെറ്റാണ്. ഇതിൽ നമുക്ക് ഒരു ചോക്കർ കിട്ടുന്നുണ്ട്, ഒരു മാങ് ടിക്ക ആൻഡ് ഒരു ഇയറിങ്ങിൻ്റെ പീസ്, ഒരു മോതിരം, ദെൻ ഒരു ബ്രേസ്ലെറ്റ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു സെറ്റിൽ വരുന്നത്. നല്ല ക്വാളിറ്റിയാണ്. സ്റ്റോണിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നല്ല ഒരു എന്താ പറയുക, നല്ല എനിക്ക് സത്യമായിട്ട് ഈ ഒരു പേരിനെ കുറിച്ചിട്ട് പറയാനായിട്ട് വലിയ വാക്കുകളൊന്നും കിട്ടുന്നില്ല. അത്രയ്ക്കും ഭംഗിയാണിത്. സെറ്റ് സാരിയുടെ കൂടെയൊക്കെ നമ്മൾ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ആൻഡ് റെഡ് ഗോൾഡൻ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും നല്ലതായിരിക്കും. ഒരുപാട് ഓവർ അല്ല എന്ന് തോന്നിക്കുന്ന ടൈപ്പ് ഒരു സെറ്റാണ് ഇത്. അല്ലേ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇത് കാണാനായിട്ട്. നെക്സ്റ്റ് ഒരു ഇയറിങ്ങിൻ്റെ പീസ് മാത്രമാണ്, വലിയൊരു ജുംക്ക ആൻഡ് അതിൻ്റെ കൂടെ ഒരു സ്റ്റഡുമാണ് കിട്ടുന്നത്. ഇതും ഞാനൊരു ബേജ് ലൈറ്റ് പിങ്ക് കളറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഇതിൻ്റെ ഇനാമലും ജുംക്കയിൽ ഇനാമൽ വർക്കും മേളിൽ നമുക്ക് സ്റ്റഡ് മീൻസ് സ്റ്റോണിൻ്റെ വർക്കുമാണ് വന്നേക്കുന്നത്. കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഹെവി ജ്വല്ലറി ഒക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു ജ്വല്ലറി അടിപൊളിയായിരിക്കും. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമ്മൾ സാരിയുടെ കൂടെയൊക്കെ ഇടാനൊക്കെ ആയിട്ട് ഗോൾഡൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ ഒരു കളർ സ്കിൻ കളർ ബേജ് കളർ ലൈറ്റ് പിങ്ക് കളർ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നെക്സ്റ്റ് ഇതാ ഈ ഒരു നമ്മുടെ ക്ലാസിക് ഇയറിംഗ് ആണ്. ഇത് പണ്ടെന്നല്ല ഇപ്പോഴും ഉണ്ട്. സിമ്പിൾ ഒരു എന്താ പറയുക, ഇതിനെ ശരിക്കും സൂയിധാഗ ഇയറിംഗ് എന്നാണ് പറയുന്നത്. ഒരു സിമ്പിൾ ഒരു ചെയിൻ മാത്രം ഉണ്ടാവും. ഇതും നല്ല ഭംഗിയാണ് ഇട്ട് കാണാനായിട്ട്. അതായത് നമുക്ക് ഭയങ്കര മിനിമൽ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇയറിംഗ് ശരിക്കും സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പീസ് ഓഫ് ജ്വല്ലറി എന്ന് പറയുന്നത്. ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഗോൾഡൻ ജ്വല്ലറി സജഷൻസിൻ്റെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി ആൻഡ് യൂസ്ഫുൾ ആയി എന്നുള്ളത്. അപ്പോൾ വേഗം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജ്വല്ലറി ഒക്കെ കണ്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. വേഗം തന്നെ നിങ്ങൾ പോയിട്ട് ഓർഡർ ചെയ്യൂ. ഭയങ്കര അഫോർഡബിൾ ആണ്. മീഷോ ആപ്പ് വഴിയാണ് ഞാൻ എല്ലാ ജ്വല്ലറിയും വാങ്ങിച്ചേക്കുന്നത്. ഭയങ്കര അഫോർഡബിൾ യെറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു നല്ല ക്വാളിറ്റി ജ്വല്ലറിയാണ് നമുക്ക് ഇതിനകത്തിൽ കിട്ടുന്നത്. എല്ലാത്തിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പം വേഗം തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തേക്കും. സോ ദാറ്റ് നിങ്ങൾക്ക് വിഷുവിന് മുന്നേ ആയിട്ട് ജ്വല്ലറി ഒക്കെ കിട്ടി നല്ല അടിപൊളി വിഷു ഒക്കെ നമുക്ക് ആഘോഷിക്കാനായിട്ട്. നല്ല റേറ്റ് കുറച്ച് ആൻഡ് ഡെലിവറി ചാർജസും നമുക്ക് പല ഐറ്റംസിനും ഡെലിവറി ചാർജസും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ ഈ ഒരു ജ്വല്ലറിയൊക്കെ വേഗം തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യൂ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിഷു സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി ആൻഡ് യൂസ്ഫുൾ ആയി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക മാക്സിമം. അപ്പോൾ നമുക്ക് ഇനിയും വിഷു സീരീസിൻ്റെ സെക്കൻഡ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.